ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പെർപ്ലെക്സിറ്റിയെ പരിചയപ്പെടുക എന്നുള്ളതാണ്. ഇതിന്റെ സിഇഒ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ഒറിജിൻ ആണ്, അരവിന്ദ് ശ്രീനിവാസൻ. പെർപ്ലെക്സിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ കുറച്ച് ട്രെൻഡായി നിൽക്കുകയാണ്. എന്തെന്നാൽ എയർടെൽ ഫ്രീ ആയിട്ട് 1 year സബ്സ്ക്രിപ്ഷൻ അതിന്റെ കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ദയവായി ലിങ്ക് ചെക്ക് ചെയ്യൂ, നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഒരു എയർടെൽ സിം ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ ലെസ് ദാൻ 1 minute ജോബ്. ഇപ്പൊ നമുക്ക് പെർപ്ലെക്സിറ്റി പ്രോ എല്ലാവർക്കും കിട്ടിയെന്നുള്ള ഒരു അസംഷനിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. നിങ്ങളിവിടെ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് എബിൻ ഷാ. നമ്മുടെ ലൈഫിൽ ഉപകാരപ്പെടുന്ന ഒരുപാട് കോൺസെപ്റ്റ്സുകൾ, ടൂൾസ്, സോഫ്റ്റ്വെയർസ് എല്ലാം പരിചയപ്പെടുത്തലാണ് ഞാൻ ഈ ചാനലിലൂടെ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, പെർപ്ലെക്സിറ്റി എന്ന് കേൾക്കുമ്പം ഒരു ഡൗട്ട് വരുന്നത്, ഓൾറെഡി നമുക്ക് ChatGPT, ജെമിനി, ഗ്രോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈഡിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സെർച്ച് എഞ്ചിനായിട്ട് ഗൂഗിളും ഉണ്ട്. അപ്പം കുറെ കാര്യങ്ങൾ നമ്മൾ ChatGPTയിലും സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാത്തിന്റെ ഇടയിൽ എവിടെയാണ് പെർപ്ലെക്സിറ്റി സ്റ്റാൻഡ് ചെയ്യുന്നത് എന്നുള്ള ഡൗട്ട് ആദ്യം തന്നെ ക്ലിയർ ചെയ്ത് തരാം. പെർപ്ലെക്സിറ്റി എന്ന് പറയുന്നത് നെയ്തർ ChatGPT നോർ ഗൂഗിൾ. എന്ന് വെച്ചാൽ ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിന്റെ ഒരു കോമ്പറ്റീറ്റേഴ്സ് ആണ് പെർപ്ലെക്സിറ്റി. പക്ഷെ അവരിൽ നിന്ന് AI കാര്യത്തിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. ChatGPT ഈ അറ്റത്തും ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ഈ അറ്റത്തും ഞാൻ രണ്ട് എക്സ്ട്രീം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗൂഗിൾ എന്തിനാണ് സെർച്ച് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ ഫാക്ച്വൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഫാക്ച്വൽസ്, റിയൽ ടൈം ഇൻഫർമേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗൂഗിൾ ഉപയോഗിക്കുന്നത്, സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കുന്നത്. ChatGPT എന്ന് പറയുന്നത് ഈ ഇൻഫർമേഷനെയൊക്കെ ഒരു നെക്സ്റ്റ് ലെവൽ റീസണിങ്സും അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് സമ്മറൈസ് ചെയ്യുക, അതായത് നെക്സ്റ്റ് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ബട്ട് നമ്മൾ ChatGPTയിൽ അതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. കൂടുതൽ ബ്രെയിനി വർക്ക് നമ്മളിവിടെ ചെയ്യും, ബ്രെയിൻ ഇൻവോൾവ് ചെയ്തിട്ടുള്ള വർക്ക് ഇവിടെ ചെയ്യും. ബട്ട് സെർച്ച് എഞ്ചിൻ കംപ്ലീറ്റ് ആയിട്ടുള്ള റിയൽ ടൈം ഇൻഫർമേഷൻ വേണ്ടി നമ്മൾ ChatGPT റിലേ ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അത് ഹാലൂസിനേറ്റ് ചെയ്യും. ഇപ്പൊ കുറെ ബെറ്റർ ആയിട്ടുണ്ട്. ബട്ട് ഇൻ ജനറൽ അതെന്ന് പറയുന്നത് ജനറേറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്, ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളൊരു റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഡേറ്റ കൊണ്ടിട്ട് വലഞ്ഞു പോകും. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഈ പെർപ്ലെക്സിറ്റി വരുന്നത്. പെർപ്ലെക്സിറ്റി ഒരു തരം റിസർച്ച് ടൂളാണ്. AI ഉപയോഗിച്ച് ഈ റിയൽ ടൈം ഡേറ്റയും സെർച്ച് എഞ്ചിനെയും ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ നിങ്ങളിൽ പ്രസന്റ് ചെയ്യുക. അത് തന്നെയാണല്ലോ സെർച്ച് എഞ്ചിൻ. നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അതിന് കിട്ടേണ്ട ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് അതാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് പെർപ്ലെക്സിറ്റി എന്ന് പറയുന്നത് ഇവിടെ ChatGPT നിർത്തുകയാണ്, ഇവിടെ ഗൂഗിൾ നിർത്തുകയാണെങ്കിൽ പെർപ്ലെക്സിറ്റി ഏകദേശം ഈ ഭാഗത്തായിട്ട് വരും. നോട്ട് എക്സാക്ട് മിഡിൽ, നോട്ട് എക്സാക്ട് എൻഡ് ഓഫ് ഗൂഗിൾ, ഇച്ചിരി ഗൂഗിളിൽ നിന്ന് മാറിയിട്ട് ഈ ഒരു സൈഡിലായിട്ട് വരും എന്ന് പറയാം. അതായത് ഇറ്റ് ഹാസ് ബ്രെയിൻ, ഇറ്റ് ഹാസ് ആക്സസ് ടു ഇന്റർനെറ്റ്, റിയൽ ടൈം ഫാക്ച്വൽ ഇൻഫർമേഷൻ ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് പെർപ്ലെക്സിറ്റി എന്ന് പറയുന്നത്. സോ നമ്മളിപ്പം എങ്ങനെ ഉപയോഗിക്കാം, ഏതൊക്കെ സിറ്റുവേഷനിൽ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ അതിന്റെ യൂസ് കേസസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് അറിയാൻ വേണ്ടി നമുക്കിപ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോകാം. ഓക്കെ, perplexity.ai എന്ന് സെർച്ച് ചെയ്താൽ യു ക്യാൻ ഗെറ്റ് ദ വ്യൂ. ഇതാണ് അതിന്റെ UI. ഒരു ടൈപ്പ് ചെയ്യാനൊരു കോളം ഉണ്ട്. ഇവിടെ കുറച്ച് ബട്ടൺസ് ഒക്കെ ഉണ്ട്. അത് ഞാൻ ഇപ്പം തന്നെ പരിചയപ്പെടുത്തി തരാം ഇതൊക്കെ എന്താണെന്നുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഒരു ക്വിക്ക് ആൻസർ വേണം, പെട്ടെന്ന് നമുക്ക് ആൻസർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് സെർച്ച്, അതായത് സെർച്ച് ഫാസ്റ്റ് ആൻസറിന് വേണ്ടി എവറിഡേ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യും. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ റിസർച്ച് ആണ്. നല്ല ഡെപ്ത് ആയിട്ടുള്ള റിസർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് റീസണിങ് കൂടി അതിന്റെ നെക്സ്റ്റ് ലെവൽ ഇൻഫർമേഷൻ തരുന്ന ഒരു സംഭവമാണ് റിസർച്ച്. ലാബ് എന്ന് പറയുന്നത് അതേ ഇൻഫർമേഷനെ വീണ്ടും ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എടുക്കുകയാണ്. അതായത് സ്ലൈഡ്സ്, ഡാഷ്ബോർഡ്സ്, എന്തെങ്കിലും ആപ്സ്, അതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാബ്സ് ഉപയോഗിക്കുന്നത്. പിന്നീട് ഇവിടെ മോഡൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇതിന്റെ സബ്സ്ക്രിപ്ഷനിലൂടെ നമുക്ക് എല്ലാ മോഡലിലും ആക്സസ് കിട്ടും. ക്ലോഡ്, GPT, ജെമിനി, അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും നമുക്ക് ആക്സസ് കിട്ടും. പിന്നീട് എനിക്കൊന്ന് സോണാർ എന്ന് പറയുന്നത് ഇവരുടെ തന്നെ പെർപ്ലെക്സിറ്റി തന്നെ മോഡലാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇതെന്ന് പറയുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മുടെ ഫയൽസ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഡിക്റ്റേഷൻ, വോയിസ് മോഡ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈബ്രറി, നമ്മൾ എന്താണ് സെർച്ച് ചെയ്ത് ആ കാര്യങ്ങൾ കാണാൻ പറ്റും. പിന്നീട് ഡിസ്കവർ എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ന്യൂസുകളൊക്കെ തന്നിട്ടുണ്ട്. ടെക് സയൻസ്, ഫിനാൻസ്, അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നീട് സ്പേസസ് എന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കാം ഫസ്റ്റ് തന്നെ. എനിക്കാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ആൻസർ വേണം. ഗൂഗിൾ സെർച്ചിൽ ഞാൻ ബെസ്റ്റ് ഫോൺ അണ്ടർ 15,000 സെർച്ച് ചെയ്തു. സോ നമുക്കാണെങ്കിൽ കുറെ ലിങ്ക് കിട്ടി. പിന്നീട് കുറെ വീഡിയോസ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ. സാധാരണ ഒരു AI മോഡ് വരേണ്ടതാണ്. നമ്മൾ ഇതിന്റെ പുറത്ത് കുറെ ഈ വീഡിയോസ് ഇതൊക്കെ കണ്ടതിന് ശേഷമാണ് നമുക്ക് ഇതിന്റെ ഒരു റിസൾട്ട് കിട്ടുന്നത്. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ പെർപ്ലെക്സിറ്റി ചോദിച്ചാൽ എന്താ നടക്കുന്നതെന്ന് നോക്കാം. ജസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്തു, അതിനുശേഷം എൻ്റർ എടുത്തു. അവർ തന്നിരിക്കുന്ന ആൻസർ നോക്കിക്കഴിഞ്ഞാൽ
അവിടെ എന്താ കണ്ടത്, ദ ബെസ്റ്റ് ഫോൺ അണ്ടർ 15,000 ഇൻ ഇന്ത്യ ഈസ് ഓഫ് ഓഗസ്റ്റ് 2025 ഇൻക്ലൂഡ്സ് മോഡൽ, ഏതൊക്കെ മോഡലാണെന്ന് പറയുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് അവർ ചൂസ് ചെയ്തത്, അത് എവിടെ നിന്നാണ്. അവർ യൂട്യൂബിലെ 2 വീഡിയോസ് അവർ സെർച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ പറഞ്ഞ 3-4 സോഴ്സ് ചെക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ വന്നിട്ട് ഇത് സെർച്ച് ചെയ്ത് ഈ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് നമ്മൾ എത്തുന്ന ഒരു കൺക്ലൂഷനിലേക്കാണ് ഇവർ ഈ വന്നിരിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് കീ റെക്കമെൻഡേഷൻ വിത്ത് ഹൈലൈറ്റ്സ്, ഏത് ഫോണാണ് മേടിക്കേണ്ടത്, IQ X10 ആണ്, എന്തുകൊണ്ട് അത് ചൂസ് ചെയ്യണം, അതിന്റെ പെർഫോമൻസ് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അതിനുശേഷം റിയൽമി P3, അതിന്റെ എന്താണ് പെർഫോമൻസ്, എന്താണ് അതിന്റെ ഫീച്ചേഴ്സ്, അങ്ങനെ അത് ലിസ്റ്റ് ചെയ്ത് 4 എണ്ണം തന്നിട്ടുണ്ട്. അതും കൂടാണ്ട് ഒരു കമ്പാരിസൺ ടേബിൾ വരെ അതിനകത്ത് തന്നിട്ടുണ്ട്. കണ്ടോ, ആ ടേബിൾ ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം റിലേറ്റഡ് ക്വസ്റ്റ്യൻസും കൂടെ തന്നിട്ടുണ്ട്. 15,000 ഓഫറിൽ ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് ഫോൺ ഏതാണ്, അങ്ങനെ. അതായത് ഇപ്പൊ തന്നെ നമുക്കൊരു കാര്യം പിടികിട്ട് കാണുമല്ലോ, ഇതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ് ആക്യുറേറ്റ് റിയൽ ടൈം ആൻഡ് എന്താണോ വേണ്ടത്, എന്താണോ നിങ്ങൾ ചോദിച്ച് അതിന് ആൻസർ ഇവിടെ പെർപ്ലെക്സിറ്റി തരും. ഗൂഗിൾ അത് തരില്ല. അപ്പൊ നമുക്ക് ഇതേ സാധനം ഒന്ന് ChatGPT-യോട് ചോദിച്ചു നോക്കാം. ആക്ച്വലി ChatGPT ഇപ്പം 5 ആയി, ഇന്നത്തെ ഫസ്റ്റ് ഡേ ആണ്, 5 ആയ ഫസ്റ്റ് ഡേ ആണ്. സോ ഇവിടെ ആണെങ്കിലും നമുക്കൊരു ടേബിൾ കിട്ടുന്നുണ്ട്, ഒരു ആൻസർ കിട്ടുന്നുണ്ട്, സൈറ്റേഷൻസ് വന്ന്. ബട്ട് നേരത്തെ ആണെങ്കിൽ സൈറ്റേഷൻസ് ഇല്ല. ഒരു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പെർപ്ലെക്സിറ്റി വരുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഒരു സൈറ്റേഷൻസ് എന്ന് പറയുന്നത് നേരത്തെ അവൈലബിൾ അല്ലായിരുന്നു. ഓക്കെ, ആ സമയത്ത് ഒരുപാട് ഹാലൂസിനേറ്റ് ചെയ്യായിരുന്നു. നമുക്കാണെങ്കിൽ ഗൂഗിളിൽ പോയി ചെക്ക് ചെയ്തിട്ട് വേണമായിരുന്നു അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു നേരത്തെ ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് വാദിക്കാം പെർപ്ലെക്സിറ്റിയും ChatGPT ഒക്കെ ഒരേ റിസൾട്ട് ആണല്ലോ തരുന്നത്, എന്നിട്ട് വൈ യു ഷുഡ് യൂസ് പെർപ്ലെക്സിറ്റി, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അഗെയിൻ വരാം. സോ അവിടെയാണ് ഞാൻ അടുത്തൊരു ഫീച്ചർ കാണിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ സെർച്ച് ചെയ്തത് ഇന്റർനെറ്റ് ആണ്, ഇന്റർനെറ്റും യൂട്യൂബും ആണ്. ഇവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ ആണ്. ബട്ട് ഇവർ യൂട്യൂബ് സെർച്ച് ചെയ്യുന്നില്ല. ഒരു പൊതുവേ ഉള്ള ഒരു ഡേറ്റ് ആണ്. എക്സാക്ട് ഡേറ്റിൽ ഏതുവരെയുള്ള ഡേറ്റയാണ് എടുത്തിട്ടുള്ളതെന്ന് കൃത്യമായി പറയുന്നില്ല. ഇവിടെ ആണെങ്കിൽ ഓഗസ്റ്റ് 25 ഉള്ള ഡേറ്റയാണ് സെർച്ച് ചെയ്തതെന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അല്ല ഇതിന്റെ അടിപൊളി ഫീച്ചർ എന്ന് പറയുന്നത്. ഈ നമ്മളിത് ഒന്നുകൂടെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഞാനത് കാണിച്ചു തരാം. ആ ഫീച്ചർ എന്ന് പറയുന്നത് ഇതേ സാധനം നമ്മൾ എടുത്ത് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഒരു പുതിയ ചാറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. സെർച്ച് ഓപ്ഷൻസ് എന്ന് പറയുന്നത് വന്നിട്ടുണ്ട്, സെറ്റ് സോഴ്സ് ഫോർ സെർച്ച് എന്ന്. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇവിടെ നോക്കി, വെബ് ആണ് സെർച്ച് ചെയ്തിട്ട് നമുക്ക് ആൻസർ മുമ്പേ തന്നത്, നമുക്ക് മുമ്പേ കിട്ടിയ ആൻസർ. ബട്ട് ഇവിടെ അതർ ഓപ്ഷൻസ് ഉണ്ട്, അക്കാദമിക്, സോഷ്യൽ ആൻഡ് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബെസ്റ്റ് ഫോൺ അണ്ടർ 15,000 ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അക്കാദമിക് ക്വസ്റ്റ്യൻ അല്ല. ബട്ട് അവിടെ നമുക്ക് വേറൊരു ഇൻസൈറ്റ്സ് എടുക്കാൻ പറ്റുന്നത് സോഷ്യൽ ആണ്. അതായത് ഡിസ്കഷൻ, ഒപ്പീനിയൻ, അതിനൊക്കെ ബേസ് ചെയ്തിട്ട് ആൻസർ തരുന്നത്. അതായത് ഇതിനെപ്പറ്റി, ഈ ഫോണുകളെ പറ്റി പലരും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും. കോറ, റെഡിറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ടൂൾസിൽ ആളുകൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ചില ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് റാദർ ദാൻ ഇന്റർനെറ്റിൽ കിട്ടുന്ന സ്പോൺസേർഡ് വീഡിയോക്കാളും ഈ യൂട്യൂബ് ചെയ്യുന്നവരും ചിലപ്പോൾ സ്പോൺസർ ചെയ്തിട്ട് ചെയ്യാം. ഈ സ്പോൺസേർഡ് വീഡിയോക്കാളും ശരിക്കും ആളുകളുടെ റിയൽ ഡിസ്കഷനിൽ നിന്നിട്ട് എന്താണ് വരുന്ന ഒരു റിസൾട്ട്, അത് നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്, സെർച്ച് ചെയ്തതിന് ശേഷം ഗൂഗിളിൽ സെർച്ച് ചെയ്തതിന് ശേഷം റെഡിറ്റിൽ പോകും, കോറയിൽ പോകും, എന്നിട്ട് ഇവരുടെയൊക്കെ റിവ്യൂസ് വായിക്കും. അതിനുശേഷമാണ് നമ്മളൊരു ഒപ്പീനിയൻ എടുക്കുന്നത്. അത് നമുക്കിതിൽ ചെയ്യാം. വെബ് ഇൻക്ലൂഡ് ചെയ്യാം, സോഷ്യൽ ഇൻക്ലൂഡ് ചെയ്യാം. നമ്മൾ ഓൾറെഡി വെബ് സെർച്ച് ചെയ്തതുകൊണ്ട് ഞാൻ വെബ് ക്ലോസ് ചെയ്തിട്ട് സോഷ്യൽ മാത്രം വെച്ചിട്ട് സെയിം ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചു നോക്കാം. വേറെ ഒരു ചേഞ്ചും ഞാൻ ഇവിടെ ചെയ്യുന്നില്ല. ഈ ഒരു ഫീച്ചർ അറ്റ് ദിസ് മൊമെന്റിൽ ChatGPT-യിൽ കിട്ടില്ല, ഗൂഗിളിൽ കിട്ടില്ല. ഗൂഗിളിൽ നമ്മൾ തന്നെ പോയി ചെയ്യണം, കിട്ടും, നമ്മൾ ഒരു പണി എടുത്താലേ കിട്ടത്തുള്ളൂ. ബട്ട് ഇവിടെ ആണെങ്കിൽ നേരെ പോയി റെഡിറ്റിൽ നിന്ന് സെർച്ച് ചെയ്തെടുത്താണ്. ആസ് ഓഫ് നൗ റെഡിറ്റ് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഗോയിങ് ഫോർവേഡ് കോറ, ഫേസ്ബുക്ക്, ഡിസ്കഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ചെക്ക് ചെയ്യും. ഇപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് അവർ റിസൾട്ട് വന്നിട്ടുണ്ട്. റിയൽമി നാസ്ട്രോ 7070 ടർബോ, മോട്ടറോള, സാംസങ് M3, M4, റെഡ്മി, ഈ പറയുന്നത്. എന്നിട്ട് IQ S9 ഒക്കെ ലാസ്റ്റിലാണ് വരുന്നത്. ബിക്കോസ് അതിന്റെ റീസൺ തന്നിട്ടുണ്ട്. സം യൂണിറ്റ് ക്രിട്ടിസൈസ്ഡ് ഫോർ ഓഡിയോ ആൻഡ് സൗണ്ട് ക്വാളിറ്റി ഇഷ്യൂ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കറിയില്ല. ഇവിടെ ക്യാമറ ഡീസന്റ് ആണ്. ഇതിൽ ലാസ്റ്റിലാണ് വന്നത്. ബാക്കി എല്ലാത്തിലും IQ ആണെന്നും IQ മോഡലും ഫസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഈ കാണുന്ന റിസൾട്ടും ബെസ്റ്റ് ഫോൺ അണ്ടർ ChatGPT-യുടെ റിസൾട്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിലെ ഡേറ്റ അവൈലബിൾ ആണ്. ഇതിനകത്ത് ലേറ്റസ്റ്റ് ഡേറ്റ അവൈലബിൾ അല്ല, ആ മാക്സിമം ഡേറ്റ അവൈലബിൾ ആണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതിനകത്ത് ലേറ്റസ്റ്റ് ആൻഡ് റിയൽ ടൈം ഡേറ്റ അവൈലബിൾ ആണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ്. ബട്ട് ബോത്ത് ആർ ഫ്രം ഇന്റർനെറ്റ്. ബട്ട് ഇതെന്ന് പറയുന്നതാണ് ആളുകൾ ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഇതൊന്ന് കിട്ടിയ ടോപ്പ് മൊബൈൽ വിച്ച് ഈസ് അണ്ടർ 15,000. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിൽ 4-5 ടാബ് കാണാം. ഇതിനകത്ത്
ഇമേജസ് ഈ ഡ്യൂറിങ് ദ സെർച്ചിൽ എന്തൊക്കെ ഇമേജസ് വന്നിട്ടുണ്ട് അതൊക്കെ ഒരു പ്ലേസിലായിട്ട് നമുക്ക് തരുന്നുണ്ട്. അത് മാത്രമായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ സെർച്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ വേണം, അതിന്റെ റിലേറ്റഡ് ഇമേജ് എടുക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം. അതായത് നിങ്ങളൊന്ന് ആലോചിക്കണം, ഇതൊരു സെർച്ച് എഞ്ചിൻ പോലാണ്. പിന്നീട് അടുത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സോഴ്സസ് എവിടെ നിന്നൊക്കെ എടുത്തു എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നമുക്കാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് സോഴ്സിൽ പോയിട്ട് ഒന്നുകൂടെ റീഡ് ചെയ്യുക എന്ത് വേണമെങ്കിലും ചെയ്യാം. സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്. ഈ ഒരു സിറ്റുവേഷനിൽ ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. ബെസ്റ്റ് 450,000 നേരെ പോയി ഓൾ ദ സോഷ്യൽ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്തേ ഉള്ളൂ. മറ്റേതിലാണെങ്കിൽ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താണെങ്കിൽ 14 സോഴ്സ് എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ യൂസ് കേസ് എന്ന് പറയുന്നത് ഇവിടെ തന്നെ ബേസ് ചെയ്തിട്ടാണ്. ഈ വെബിന് പകരം എനിക്ക് അക്കാദമിക് മാത്രം സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അമേരിക്കൻ ആണ്, SEC ഫില്ലിംഗ് ആണ്. സോ ഞാനിപ്പോൾ അത്ര ബോധേഡ് ആവുന്നില്ല. ഇനി അക്കാദമിക് ഏതെങ്കിലും ഒരു അക്കാദമിക് പേപ്പറിനെ പറ്റി സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ ചുമ്മാ വെബിൽ കിട്ടുന്ന അലവലാതി ഡേറ്റാസ് ഒന്നും വേണ്ട. പ്രോപ്പർ സയന്റിഫിക് പബ്ലിക്കേഷൻസിൽ നിന്ന് മാത്രമുള്ള ഡേറ്റ മതിയെങ്കിൽ യു ക്യാൻ പുട്ട് അക്കാദമിക്. സംടൈംസ് അക്കാദമിക്കും വെബും കൂടെ മെർജ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കണമല്ലോ, വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അക്കാദമിക് ബേസ്ഡ് ആണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. സോ സയന്റിസ്റ്റ് ക്യാപ്ചർ ആറ്റം ക്വാണ്ടം ഡാൻസ് അതെന്താണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. സോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ബട്ട് ഇവിടുത്തെ സോഴ്സ് ആണ് നമ്മുടെ ഇമ്പോർട്ടൻസ്. നമ്മളിവിടെ സോഴ്സ് നോക്കുകയാണെങ്കിൽ physics.org, പെർപ്ലെക്സിറ്റിയുടെ തന്നെ സയന്റിഫിക് സെർച്ച് ചെയ്തിട്ടുണ്ട്, ബയോ എഞ്ചിനീയർ പബ്ലിക്കേഷൻസ് ചെക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ലിങ്ക്ഡിനിൽ നിന്നും പ്രോപ്പർ ആയിട്ടുള്ള ആളുകളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, നാഷണൽ ആക്സിലറേറ്റർ ലബോറട്ടറി, സിമാന്റിക് സ്കോളർ, ഇങ്ങനെയുള്ള സയന്റിഫിക് ഡേറ്റാസ് പബ്ലിഷ് ചെയ്യുന്ന വെബ്സൈറ്റുകളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും മാത്രമേ അവർ ഡേറ്റ എടുത്തിട്ടുള്ളൂ. ഇവിടെ ഇമേജസ് കൊണ്ട് എടുത്തിട്ടുണ്ട്, വീഡിയോസ്, റിലേറ്റഡ് വീഡിയോസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ സ്റ്റെപ്സ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെപ്സ് വളരെ സിമ്പിൾ ആണ്. ആ സെയിം ക്വയറി തന്നെ അവർ നോക്കി ഈ ഡേറ്റ എടുത്ത് തരുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതേ സാധനത്തിനെ പറ്റി നമുക്കൊരു ഡീറ്റെയിൽഡ് റിസർച്ച് നടത്തണം. അങ്ങനെയുള്ള സമയത്ത് നമുക്കാണെങ്കിൽ ഇവിടേക്ക് പോകാം. ഡീപ്പ് റിസർച്ച്, നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ടോപ്പിക്കിനെ റിസർച്ച് ചെയ്യാം. ഇത് തന്നെ പോകണമെന്നില്ല. EV മാർക്കറ്റ് കമ്പനി വൈസ് ഷെയർ ഇൻ ദ വേൾഡ്. ഞാൻ ഇത് സെർച്ച് ചെയ്യുന്നതിന് മുമ്പ് ഇത് നമ്മൾ 3 പ്ലാറ്റ്ഫോമിലും സെർച്ച് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ഗൂഗിളിൽ ഇങ്ങനെ ഒരു സംഭവം തന്നിട്ടുണ്ട്, ഒരു ടേബിളൊക്കെ തന്നിട്ടുണ്ട്. ഫൈൻ. നമ്മൾ ഇനി പെർപ്ലെക്സിറ്റിയിൽ പോയിട്ട് റിസർച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഡീപ്പ് റിസർച്ച് ആണ്. ബാക്കിയെല്ലാം ഞാൻ അതുപോലെ തന്നെ വെച്ചിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ChatGPT ആക്ച്വലി ന്യൂ ChatGPT ആണ്. ഇതിനകത്ത് കുറേ ഇൻസ്പിറേഷൻ പെർപ്ലെക്സിറ്റിയിൽ നിന്ന് ഇവർ എടുത്തിട്ടുണ്ട്. കുറെ കൂടി ഇന്റലിജന്റ് ആണ്. ബട്ട് അവിടെയും സെർച്ച് ചെയ്തിട്ടുണ്ട്. ChatGPT ഓൾറെഡി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ EV മാർക്കറ്റ് ഷെയർ തന്നിട്ടുണ്ട്. അതേപോലെ അതാണ് കമ്പൈൻഡ് BEV PHV മാർക്കറ്റ് ഷെയർ ആണ്. 2023 അവർ തന്നിരിക്കുന്നത് എല്ലാ ഡേറ്റയും. ഞാനാണെങ്കിൽ ഇയർ ഒന്നും സ്പെസിഫൈ ചെയ്തില്ല, വെറുതെയാണ് സ്പെസിഫൈ ചെയ്തത്. അവർ 2023 ഡേറ്റ നന്നായിട്ട് തന്നിട്ടുണ്ട്. BYD ടെസ്ലയാണ് ലീഡ് ചെയ്യുന്നത്. ബാറ്ററി ഇലക്ട്രിക് മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ ടെസ്ല ലീഡ് ചെയ്യുന്നു ആസ് ഓൺ 2023. ഇവിടെ ഈ സൈറ്റേഷൻ വന്നിട്ടുണ്ട്. സൈറ്റേഷൻ ആക്ച്വലി ഒരു പുതിയ സംഭവമാണ്. ഇത് നേരത്തെ ഇല്ലായിരുന്നു. നല്ലപോലെ ചെറിയൊരു ഡോക്യുമെന്റ്, അത്യാവശ്യം ഒരു ടേബിൾ ഒക്കെ ആയിട്ട് ഇവർ തന്നിട്ടുണ്ട്. ഇനി പെർപ്ലെക്സിറ്റി എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പെർപ്ലെക്സിറ്റി ഇപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ ആസ് യൂഷ്വൽ കുറേ വെബ്സൈറ്റ് ലിങ്ക് തന്നിട്ടുണ്ട്. നമ്മൾ അത് കുത്തിയിരുന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് പഠിക്കണം എന്താണെന്നുള്ളത്, നമ്മളായിട്ട് സെർച്ച് ചെയ്യണം. സോ എനിവേ ദാറ്റ് ഈസ് നോട്ട് പ്രിഫറബിൾ ഫോർ അസ്. ഓക്കെ, പെർപ്ലെക്സിറ്റിയുടെ ആൻസർ റെഡിയാണ്. നമുക്ക് നോക്കാം. ദ ഗ്ലോബൽ ഇലക്ട്രിക് മാർക്കറ്റ് വെഹിക്കിൾ, ഇവരുടെ റിപ്പോർട്ടാണ്. 2024 ആണ് ഇത് ആദ്യമേ പറഞ്ഞിരിക്കുന്നത്. ഗ്ലോബൽ ഇലക്ട്രിക് വെഹിക്കിൾ മാർക്കറ്റ് ഇൻ 2024 വിത്ത് BYD ആസ് എമർജിംഗ് ആസ് അൺഡിസ്പ്യൂട്ടഡ് ലീഡർ. സോ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ അതിന്റെ ഒരു സമ്മറി നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു സംഭവം ഇത് ഇന്റർനെറ്റിൽ എവിടെ ഇല്ല. ആക്ച്വലി ഇന്റർനെറ്റിൽ കിട്ടുന്ന എല്ലാ ഡേറ്റ എടുത്ത് ഇത് തന്നെത്താൻ ഉണ്ടാക്കിയ ഒരു അസറ്റ് ആണ് ഇത്. ഗ്ലോബൽ EV മാർക്കറ്റ് ഷെയർ അവർ തന്നെത്താൻ ഉണ്ടാക്കിയതാണ്. ഗ്ലോബൽ EV മാർക്കറ്റ് ഷെയർ ബൈ കമ്പനി, ഇത് ഈ പെർപ്ലെക്സിറ്റി ഉണ്ടാക്കിയതാണ്. ഇവിടെയാണ് എഗെയിൻ ChatGPTയും പെർപ്ലെക്സിറ്റിയും തമ്മിലൊരു ഡിഫറൻസ് ജനറേറ്റ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ChatGPT ടെക്സ്റ്റ് ആയിട്ട് തന്നെയാണ് ആൻസർ. ഒരു റിപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും പ്രസന്റബിൾ ആയിട്ടുള്ള റിപ്പോർട്ടിനകത്ത് വിഷ്വൽസ് കാണും, ചാർട്ട്സ് കാണും, ടേബിൾസ് കാണും, എല്ലാം കാണും. ഓക്കെ, ഈ ഡേറ്റയെ അവർ വിഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. സി, അതിനുശേഷം പിന്നെ മാർക്കറ്റ് ലീഡർഷിപ്പിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട് വളരെ നന്നായിട്ട്. എങ്ങനെയാണ് BYD ഡോമിനൻസ് ആണ്, ടെസ്ലാസ് ഡിക്ലൈൻ എങ്ങനെയാണ്, ആ റിപ്പോർട്ട് പ്രോപ്പർ ആയിട്ട് തന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ നിന്നല്ല എല്ലായിടത്തുള്ള സൈറ്റേഷനും പ്രോപ്പർ ആയി കൊടുത്തിട്ടുണ്ട്. എത്ര സോഴ്സ് ആണ് അവർ ക്ലിയർ ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ 59 സോഴ്സസ് ആണ് ഇതിനു വേണ്ടി അവർ മൊത്തത്തിൽ റിസർച്ച് ചെയ്തത്. അതായത് ഞാൻ ഇവിടെ സോഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഒരു 59 സോഴ്സ് ഒന്നും ഇവിടെ മെയിൻ ആയിട്ട് എടുത്തില്ല. ഒരു 10 to 12 ആണ് സോഴ്സ് ആണ് ഇവർ കാര്യമായിട്ട് എടുത്തിട്ട് ഇവർ തന്നിരിക്കുന്നത്. അതേസമയം ഇവിടെ ആണെങ്കിൽ 59 സോഴ്സിന്റെ എല്ലാം പോയിട്ട് അതെല്ലാം വായിച്ചിട്ടാണ് ഈ റിപ്പോർട്ട് തന്നിരിക്കുന്നത്. അതിനുശേഷം എന്തൊക്കെ അസറ്റ് അവർ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് ആസറ്റ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അസറ്റ് എന്ന് പറഞ്ഞ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈത്തൺ കോഡ് അവർ തന്നിട്ടുണ്ട്. അതുകൂടാണ്ട് ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ളത് തന്നിട്ടുണ്ട്. മൊത്തത്തിലുള്ള റിസർച്ചിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കോഡ് എന്താണ് അതും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കത് സ്റ്റെപ്സും കാണാം, ഇത് എങ്ങനെയാണ് അത് പോയിരിക്കുന്നതെന്ന്. ആദ്യം തന്നെ നമ്മുടെ ക്വയറി എന്ന് പറയുന്നത് EV മാർക്കറ്റ് കമ്പനി വൈ ഷെയർ ഇൻ ദ വേൾഡ് എന്നായിരുന്നു. അവരതിനെ ഗ്ലോബൽ EV മാർക്കറ്റ് ഷെയർ ബൈ കമ്പനി ഇൻ 2024, ഇലക്ട്രിക് വെഹിക്കിൾ മാർക്കറ്റ് ലീഡേഴ്സ് ഇൻ വേൾഡ് വൈഡ്, ടെസ്ല EV മാർക്കറ്റ് ഷെയർ, അങ്ങനെ 3 ക്വയറീസ് ആയിട്ട് അവർ സെർച്ച് ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് കിട്ടിയ ആൻസേഴ്സിനെ എല്ലാം ഒന്ന് പഠിച്ചതിന് ശേഷം വീണ്ടും ഫർദർ ആയിട്ട് മൂന്ന് ക്വയറിയും കൂടെ അവർ സെർച്ച് ചെയ്തു. വോൾക്സ്വാഗൻ ഗ്രൂപ്പ്, ഹുണ്ടായ്, കിയ, ദെൻ BMW. അതിനെ സെർച്ച് ചെയ്ത് അതിൽ നിന്ന് കിട്ടിയ എല്ലാ സാധനങ്ങളും കൂടെ എടുത്തു, അതിനെ സെർച്ച് ചെയ്തു. അപ്പൊ അതിനെ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ 3 more ക്വയറീസ് വീണ്ടും സെർച്ച് ചെയ്തു. അതിനെ ബേസ് ചെയ്തു ആൻസർ എടുത്തതിന് ശേഷം സ്റ്റാർട്ടഡ് അനലൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഗ്ലോബൽ മാർക്കറ്റ് ഷെയറിന്റെ ടേബിൾ ഉണ്ടാക്കി, ട്രെൻഡ് കാണിക്കാൻ വേണ്ടി ചാർട്ട് ഉണ്ടാക്കി, അതിനുശേഷം മൊത്തത്തിലുള്ള ഒരു അനാലിസിസ്, അങ്ങനെയുള്ള സ്റ്റെപ്സുകൾ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇമേജസ് എന്തൊക്കെയാണ് ഓൺ ദ വേയിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് എല്ലാം തന്നിട്ടുണ്ട്. റിയൽ ടൈം ഇൻഫർമേഷൻ, അതായത് നമ്മുടെ ഗൂഗിൾ സെർച്ച് എഞ്ചിനെ നന്നായിട്ട് സ്ക്രൈപ്പ് ചെയ്തിട്ട് നന്നായിട്ട് ഉരുട്ടി വരട്ടി കൃത്യമായ രീതിയിൽ നമ്മുടെ മുമ്പിൽ വിളമ്പി തരുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് അസറ്റ്സുകൾ ഉപയോഗിക്കാം. ഈ ചാർട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഈ ചാർട്ട് നമുക്ക് ഉപയോഗിക്കാം, ഈ ടേബിൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന് വൃത്തിയാക്കി തന്നിട്ടുണ്ട് ഇവിടെ. ChatGPT അങ്ങനെയല്ല, ChatGPT കുറെ കൂടെ ബ്രെയിനി വർക്കാണ് ചെയ്യേണ്ടത്. സോ അതെന്താ ചെയ്യുന്നത് വെച്ചാൽ സമ്മറൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഒരു റിപ്പോർട്ട് എന്ന രീതിയിൽ, ഒരു റിസർച്ച് എന്ന രീതിയിൽ ദിസ് വിൽ ഓവർ പെർഫോം ChatGPT. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ തന്നെ ലാബിൽ ചോദിച്ചാൽ എന്ത് സംഭവിക്കുന്ന അറിയാം. അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലാബ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബ്രെയിനി വർക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്ത സംഭവമാണ്. ഇപ്പൊ കൊടുത്തിരിക്കുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ EV മാർക്കറ്റ് കമ്പനി ഷെയർ ഇൻ ദ ക്വയറി ഇൻ ദ വേൾഡ് ആൻഡ് മേക്ക് റിപ്പോർട്ട് ആൻഡ് പ്രസന്റേഷൻ സ്ലൈഡ്. അതിനുശേഷം ഞാൻ ലാബ് സെർച്ച് ചെയ്തു, എന്നിട്ട് എൻ്റർ അടിച്ചു. സോ അവർ പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. ഒരു 11 minute ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇവിടെ പോയിട്ട് സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഇവിടെ ഫർദർ ആയിട്ട് ചോദിക്കാം. ഡീപ്പ് റിസർച്ച് എടുത്ത് ChatGPT സെർച്ച് ചെയ്ത് നോക്കാം. സോ ChatGPT സെർച്ച് ചെയ്യുമ്പോൾ ഒരു ഫർദർ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ടൈം ഫ്രെയിം ഏതാണ്, എല്ലാം ഇൻക്ലൂഡ് ചെയ്യണോ, ബ്രേക്ക് ഡൗൺ വേണോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്. സോ 2024 ആൻഡ് ഡീറ്റെയിൽ ഇൻഫർമേഷൻ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. റിസർച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെയാണെങ്കിൽ 6 minute, ഇവിടെയാണെങ്കിൽ ടൈം കാണിക്കുന്നില്ല. ChatGPT ഇപ്പോഴും റീഡിങ് നടക്കുകയാണ്. 9 sources വരെയാണ് റീഡ് ചെയ്തത്. അതേസമയത്ത് ഇവിടെയാണെങ്കിൽ റീഡിങ് കഴിഞ്ഞു. ഗൂഗിൾ ഞാൻ സെർച്ച് ചെയ്യുന്നില്ല, എനിക്ക് ഓൾറെഡി മനസ്സിലാക്കാണ് ഗൂഗിളിന് അത്രയും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അവരുടെ ഇന്റൻഷൻ ഈസ് ഡിഫറെന്റ്. സോ വൺ മോർ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് പെർപ്ലെക്സിറ്റിയിൽ റിയൽ ടൈം ആൻഡ് ഫാക്ച്വൽ ഇൻഫർമേഷൻ ആണ് വരുന്നത്, റിയൽ ടൈം ഡേറ്റ. അതേസമയം ChatGPT കുറെ കൂടി തന്നെത്താൻ ജനറേറ്റ് ചെയ്യും. റിയൽ ടൈമിൽ ഇപ്പോഴാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വന്നത്. സോ നിങ്ങൾ ഒരു കാലഘട്ടം ആലോചിക്കണം, എപ്പോഴാണ് പെർപ്ലെക്സിറ്റി തുടങ്ങിയത്. ആ സമയം മുതൽ പെർപ്ലെക്സിറ്റിയുടെ പോയിന്റ് ഇതാണ്, ഫാക്ച്വൽ ആൻഡ് റിയൽ ടൈം ഇൻഫർമേഷൻ തരുന്നുണ്ട്. എന്നിട്ട് അതിനെ ഫർദർ റീസണിങ് ChatGPT അല്ലെങ്കിൽ DeepSeek പോലുള്ള മോഡൽ വെച്ചിട്ട് അത് അന്നേ ചെയ്യുന്നുണ്ട്. സോ ഫാർ ഇപ്പോഴും എന്താണോ അവർ നമ്മൾ ചോദിക്കുന്ന ക്വയറിക്ക് ആൻസർ തരുന്ന കാര്യത്തിൽ ഗൂഗിളും ChatGPT-ക്കാളിലും ഒരു പടി മുമ്പിലാണ് ഇപ്പോഴും പെർപ്ലെക്സിറ്റി എന്ന് പറയുന്നത്. 8 minute സെർച്ച് ചെയ്ത ശേഷം 38 സോഴ്സുമായിട്ട് ChatGPT ഇവിടെ ആൻസർ തന്നിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു റിപ്പോർട്ട്, അത്യാവശ്യം നല്ലൊരു റിപ്പോർട്ട് തന്നെയാണ്. ടേബിൾ ഉണ്ട്. അതിനുശേഷം പ്രസന്റേഷൻ, ഇവിടെയാണ് കീ. പ്രസന്റേഷൻ സ്ലൈഡ് ഡെക്ക് ആണെങ്കിൽ സ്ലൈഡ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. 8 to 10 സ്ലൈഡ്. എങ്ങനെയാണ് ടെക്സ്റ്റ് ഫോമിൽ സ്ലൈഡ് 1, സ്ലൈഡ് 2, സ്ലൈഡ് 3 എന്ന് പറഞ്ഞ് അത് തന്നിട്ടുണ്ട്. നമുക്ക് പെർപ്ലെക്സിറ്റി പോകാം. എന്താണ് സംഭവിച്ചത്? അവർ 51 സോഴ്സസ് ആണ് ചെക്ക് ചെയ്തത്. 51 സോഴ്സസിൽ നിന്ന് ചെക്ക് ചെയ്തതിന് ശേഷം എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ദ പ്രസന്റേഷൻ ഈസ് റെഡി. സി, ദിസ് ഇസ് ദ ഡിഫറൻസ്. ഓൾറെഡി ഒരു പ്രസന്റേഷൻ റെഡിയാക്കി നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. സ്ലൈഡ് 1, സ്ലൈഡ് 2 എന്ന് മാത്രമല്ല, അതിനുശേഷം അതിൻ്റെ താഴെ റിപ്പോർട്ടും എഴുതിയിട്ടുണ്ട്. 2024 to 2025 എന്തൊക്കെയാണെന്നുള്ള റിപ്പോർട്ട് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ചാർട്ട്, ഇതുപോലെ ഫ്യൂച്ചർ പ്രൊജക്ഷൻസ് ഔട്ട്ലുക്ക് എന്താണെന്ന് വെച്ച് തന്നിട്ടുണ്ട്. അതായത് വളരെ പ്രസന്റബിൾ ആയിട്ടുള്ള ഒരു
പ്രസന്റേഷൻ ഇവരിവിടെ തന്നിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ നമുക്ക് ഈ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്യാം ChatGPT ന്ന്. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യണം ടു മേക്ക് ഇറ്റ് മോർ പ്രസന്റബിൾ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസന്റേഷൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ തന്നിട്ടുണ്ട്. ചോദിച്ച ക്വസ്റ്റ്യന് വൃത്തിയായിട്ട് അവർ ആൻസർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചോദിച്ച ഒരു സ്ലൈഡ് എനിക്ക് വേണം. എനിക്കാണെങ്കിൽ നല്ല വൃത്തിയായിട്ടൊരു സ്ലൈഡ് തന്നിട്ടുണ്ട്. എനിക്ക് സ്ലൈഡിന്റെ ഡിസ്ക്രിപ്ഷനും സ്ലൈഡിന്റെ കാര്യങ്ങളും ഒന്നുമല്ല തന്നിരിക്കുന്നത്, ഡയറക്ട്ലി അവർ സ്ലൈഡ് തന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് അതിന്റെ സ്ലൈഡ്. ഫസ്റ്റ് തന്നെ എത്ര യൂണിറ്റ് ആണ്, ഗ്ലോബൽ ഇലക്ട്രിക് വെഹിക്കിൾ മാർക്കറ്റ് അനാലിസിസ് ആണ്, എത്ര വെഹിക്കിൾ സോൾഡ് ആയിട്ടുണ്ട്, എത്ര പെർസെന്റേജ് ഇൻക്രീസ് ആണ്, 62 അടുത്ത പേജിൽ ഫുൾ സമ്മറിയാണ്, എക്സിക്യൂട്ടീവ് സമ്മറിയാണ് തന്നിരിക്കുന്നത്. മാർക്കറ്റ് സൈസ്, ഗ്രോത്ത് റേറ്റ്, ആരാണ് മാർക്കറ്റ് ലീഡേഴ്സ്, റീജിയണൽ ഡോമിനൻസ് അത് തന്നിട്ടുണ്ട്. അതിന്റെ അടുത്ത പേജിൽ കംപ്ലീറ്റ് കമ്പനീസിന്റെ മാർക്കറ്റ് ഷെയർ റാങ്കിങ് തന്നിട്ടുണ്ട്. ചാർട്ട് ഉണ്ട്, ടേബിൾസ് ഉണ്ട്, ഇന്ററാക്റ്റീവ് ടേബിൾസ് തന്നിട്ടുണ്ട്. റീജിയൻ വൈസ് റീജിയണൽ മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ, ആരാണ് ലീഡ് ചെയ്യുന്നത്, ചൈനയാണ് ലീഡ് ചെയ്യുന്നത്, യൂറോപ്പാണ് സെക്കൻഡ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തേർഡ്, അതർ എമർജിംഗ് മാർക്കറ്റ്. പിന്നീട് EV മാർക്കറ്റ് ഗ്രോത്ത് പ്രൊജക്ഷൻ ഫോർ 2030 വരെ ഗ്ലോബൽ EV സെയിൽസും മാർക്കറ്റ് ഷെയറും അത് തന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഗ്രാഫ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ മാർക്കറ്റ് ഇൻസൈറ്റ്സും തന്നിട്ടുണ്ട്. കീ ഇൻസൈറ്റ്സ്, മാർക്കറ്റ് ലീഡർഷിപ്പ്, BYD, ടെസ്ലയിൽ നിന്ന് BYDയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്, ചൈനീസ് ഡോമിനൻസ് ആണ്. നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെ പറ്റി ഒന്നും അറിയത്തില്ലെങ്കിലും ഈ പെർപ്ലെക്സിറ്റി കണ്ടപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ കിട്ടിയില്ലേ. അതേസമയം ChatGPT ഈ ഒരു ഡോക്യുമെന്റ് കണ്ടിട്ട് ഇതിരുന്ന് വായിച്ച് പഠിക്കണം, പക്ഷെ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടി. ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്ത എല്ലാ അസറ്റ്സും നിങ്ങൾക്ക് വേറെ എവിടെ വേണമെങ്കിലും റീപർപ്പസ് ചെയ്യാം. അസറ്റ്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോർണറിൽ ചെന്ന് കഴിഞ്ഞാൽ ഡൗൺലോഡ് ബട്ടൺസ് കാണാം, കോപ്പി ബട്ടൺ കാണാം ഒക്കെയാണ്. അതായത് നിങ്ങളൊരു പ്രസന്റേഷൻ ചെയ്ത് നിങ്ങളൊരു അസൈൻമെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ചാർട്ട്, ടേബിൾസ് എല്ലാം നിങ്ങളുടെ പക്കൽ തന്നെയല്ലേ ഉള്ളത്. അതെല്ലാം ഇവിടെ അത് തന്നെയാണ്, നമ്മുടെ പക്കൽ തന്നെ എല്ലാം കിട്ടും. പറയുന്ന എല്ലാ സാധനവും ഒരു സിപ്പ് ഫയലിൽ ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിപ്പ് ഫയലിൽ എല്ലാ അസറ്റ്സും എല്ലാ കാര്യങ്ങളും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതിനപ്പുറം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇതിനെ വീണ്ടും ഒരു അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ് സ്പേസസ് എന്ന് പറയുന്നത്. സോ ലെഫ്റ്റ് സൈഡിൽ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ന്യൂ സ്പേസ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സംഭവം കിട്ടും. ഈ സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ChatGPT പ്രോജക്റ്റ് പോലെ ഒരു സംഭവമാണ്. അതായത് നിങ്ങൾ ഒരു സ്പെസിഫിക് ടോപ്പിക്കിന് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പേസ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ ഒരു അസൈൻമെന്റ് ചെയ്യുകയാണ്, നിങ്ങൾ ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത്, 2 പേര് ചേർന്നിട്ട് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്കാണെങ്കിൽ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ആൻസേഴ്സും സ്പെസിഫിക് ടൈപ്പ് ഓഫ് രീതിയിലാണ് ആൻസർ വേണമെന്ന് വെച്ചോ, അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ പറയും വി ആർ ഡൂയിങ് ഗ്രൂപ്പ് പ്രസന്റേഷൻ, ഓൾ ദ റിപ്പോർട്ട്സ് വി നീഡഡ് ഇൻ സോ ആൻഡ് സോ ഫോർമാറ്റ്, ആ ഒരു രീതിയിൽ ഒരു മെയിൻ പ്രോംപ്റ്റ് കാണും. എന്നിട്ട് അതിന്റെ താഴെയാണെങ്കിൽ ടോപ്പിക്സ്, അതിന്റെ കാര്യങ്ങൾ, പിന്നെ ഫർദർ ക്വസ്റ്റ്യൻസ്, അങ്ങനെ ചോദിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇതെല്ലാം കൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരിടത്ത് നമുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവർ ഈ സ്പേസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്പേസിൽ നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്പേസിന് നെയിം കൊടുക്കാം, ഇമേജ് കൊടുക്കാം, അങ്ങനെ. പക്ഷെ ഞാൻ അതിലോട്ടൊന്നും വരുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ഒരു സംഭവമാണ് സ്പെസിഫിസിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്. ആഡ് ഇൻസ്ട്രക്ഷൻ, ആഡ് ലിങ്ക്സ്, ആഡ് ഫയൽസ്. അതായത് ഒരു സെനാരിയോ നോക്ക്, നമ്മുടെ കയ്യിൽ കുറച്ച് ഇൻഫർമേഷൻ ഉണ്ട്, അതും ഇന്റർനെറ്റിൽ കുറച്ച് ഇൻഫർമേഷൻ ഉണ്ട്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് സെർച്ച് ചെയ്യണം. സോ ഇനിഷ്യലി നിങ്ങൾ പ്രസന്റേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അസൈൻമെന്റ് ചെയ്യുമ്പം നെറ്റിൽ നിന്നായിരിക്കും ഡേറ്റ് എടുക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് കിട്ടിയ ആൻസേഴ്സ് നിങ്ങൾ എടുത്തു. ഉദാഹരണം, നിങ്ങളാണെങ്കിൽ ഫർദർ സ്റ്റഡി ചെയ്തു ഒരു ടോപ്പിക്കിനെ പറ്റി, അതിന് നിങ്ങൾ ആളുകളിൽ നിന്ന് ഇന്റർവ്യൂ ചെയ്ത് സർവേ റിസൾട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ സർവേ റിസൾട്ടും ഇന്റർനെറ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും ഫർദർ ഉണ്ടാക്കണം. സ്റ്റഡീസിലൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഇൻസ്ട്രക്ഷൻ പോയിന്റിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സിസ്റ്റം വൈഡ് പ്രോംപ്റ്റ് കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണ് ടോട്ടൽ ആൻസർ വരേണ്ടത്, നിങ്ങളുടെ ആ ഒരു കോമൺ അജണ്ടയും കോമൺ ടോപ്പിക്കും അതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോംപ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അതിനുശേഷം ഇന്റർനെറ്റ് യൂസ് ചെയ്യണോ വേണ്ടെന്നുള്ളത് നമുക്ക് മെൻഷൻ ചെയ്യാം. അത് സേവ് ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങളുടെ കയ്യിലുള്ള സർവേ റിപ്പോർട്ട് അങ്ങനത്തെയുള്ള എല്ലാ ഫയൽസുകളും നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ബേസ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും, അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പൊ അതിനെ ബേസ് ചെയ്ത് ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കും, ഒരു ടൈലേർഡ് ആയിട്ടുള്ള നിങ്ങളുടെ രീതിയിൽ. ഇതിനെപ്പറ്റി ഒരു ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് കാണുമ്പോഴത്തേക്കും നിങ്ങൾ പലതരത്തിലുള്ള യൂസ് കേസുകൾ കിട്ടും. ഇനി ഒരു ഉദാഹരണം ഇവിടെ കാണിക്കുകയാണെങ്കിൽ, നമ്മൾ ടെംപ്ലേറ്റ്സിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ പേഴ്സണൽ ഗ്രോത്ത് കോച്ച് എന്ന് പറഞ്ഞ സംഭവമാണ് എടുത്തിരിക്കുന്നത്. സൈഡിൽ വരികയാണെങ്കിൽ ഇൻസ്ട്രക്ഷൻ കണ്ടോ, യു ആർ എ കമ്പാഷനേറ്റ് തോട്ട്ഫുൾ പേഴ്സണൽ ഗ്രോത്ത് കോച്ച് ഹു ഹെൽപ്പ് യൂസേഴ്സ് റിഫ്ലക്ട്, ഗ്രോ, മൂവ് ഫോർവേഡ് ലൈക്ക് ത്രൂ ജേർണലിംഗ്. അതായത് ജേർണലിംഗ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകാം എന്നുള്ള രീതിയിലുള്ള ഒരു പേഴ്സണൽ കോച്ചിനെ അത് ആദ്യമേ റെഡി ആയി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അവർ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ലിങ്കിനെ ബേസ് ചെയ്തിട്ടാണ് ആൻസർ തരേണ്ടത്. നോട്ട് ഇന്റർനെറ്റിലെ എവറിത്തിങ് അല്ല, നമുക്ക്
പ്രൊഡക്ടിവിറ്റി, പേഴ്സണൽ തിങ്സ് ഒക്കെ കുറച്ചുകൂടെ പേഴ്സണൽ ആയിരിക്കും. അയാളുടെ ടൈപ്പ് അനുസരിച്ചായിരിക്കും പോകുന്നത്. അയാളുടെ ടൈപ്പ് അനുസരിച്ച് എന്തൊക്കെയാണ് ടോപ്പിക്ക് വന്നിരിക്കുന്നത്, ഏതൊക്കെയാണ് വെബ്സൈറ്റ്, ഇത് മാത്രം ബേസ് ചെയ്ത് നിങ്ങൾ എനിക്ക് ആൻസർ ചെയ്താൽ മതി. ആ രീതിയിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഫയൽസ് ഇൻക്ലൂഡ് ചെയ്തില്ല. ബട്ട് നമുക്കിവിടെ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫയൽസും വേണമെങ്കിൽ ആഡ് ചെയ്യാം. എങ്ങനത്തെ ഫയൽസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂട്ടീൻസ്, നമ്മുടെ ഡേ ടു ഡേ തിങ്സ് അതൊക്കെ അതിനകത്ത് അപ്ലോഡ് ചെയ്തോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ അണ്ടർസ്റ്റാൻഡ് നിങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ആൻസർ നമുക്ക് തരും. സ്പേസ് ഒരു വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പല രീതിയിൽ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. സംഭവമായിട്ട് നോട്ട്ബുക്ക് എല്ലാമിന്റെ ഫീച്ചറും ഇന്റർനെറ്റ് സെർച്ചും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫീച്ചറാണ് നമുക്ക് പറയാം. ഇതിനെപ്പറ്റി ഞാൻ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പെർപ്ലക്സിറ്റി എന്ന് പറയുന്ന ഒരു ഐഡിയ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എവിടെ ChatGPT ഉപയോഗിക്കണം, എവിടെ പെർപ്ലക്സിറ്റി ഉപയോഗിക്കണം എന്നൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു ചെറിയ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ, ഗോയിങ് ഫോർവേഡ് ഈ പറയുന്ന എല്ലാ ഡിഫറെന്റ് ടൂളുകളും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് വളരെ ഇങ്ങനെ ബ്ലറായി വരും. സോ എത്രത്തോളം പെർപ്ലക്സിറ്റിയുടെ ടീം എൻഹാൻസ് ചെയ്യുന്നു അതനുസരിച്ച് പെർപ്ലക്സിറ്റി മോളിൽ നിൽക്കും. എത്രത്തോളം ChatGPTയുടെ ടീം എൻഹാൻസ് ചെയ്യുന്നു അതനുസരിച്ച് വരും. ഇനി എജാൻറ്റിക് ബ്രൗസർ കോമറ്റ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കോമറ്റിനെ പറ്റിയും ഒരു വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതാണ്. നിങ്ങൾക്കത് അതെന്ന് പറയുന്നത് ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു ബ്രൗസറാണ്. ശരിക്കും അവർ ഗൂഗിളിനെ ടാർഗറ്റ് ചെയ്യുകയാണ്. ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിനെ ഓൾറെഡി അവർ കയ്യിലെടുത്തിട്ടുണ്ട് പെർപ്ലക്സിറ്റി വെച്ചിട്ട്. ഇനി കോമറ്റ് വെച്ചിട്ട് ഗൂഗിളിന്റെ ബ്രൗസറിനെയും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ലെറ്റ്സ് സീ എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.